മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോട്ടയം എഡിഎം ജിനു പൊന്നൂസിന്റെ അനധികൃത വാഹന ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം കളവെന്ന രേഖകൾ. ജിനു പൊന്നൂസിനെതിരെ റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെയും അതിന് ലഭിച്ച മറുപടിയുടെയും പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. നേരത്തെയും സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്ന മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കോട്ടയം എഡിഎം ജിനു പൊന്നൂസ് നടത്തിയ അനധികൃത യാത്രയിലെ അന്വേഷണം എഡിഎം തന്നെ അട്ടിമറിച്ചത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. എഡിഎമ്മിനെതിരെ വന്ന അന്വേഷണം എഡിഎം തന്നെ അന്വേഷിച്ച് സ്വയം ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നലെ പ്രതികരിച്ചത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി. ഇനി ഈ ജനുവരിയിൽ റവന്യൂ മന്ത്രിക്ക് ലഭിച്ച ഈ പരാതി കാണുക. എഡിഎം ജിനു പൊന്നൂസിന്റെ അനധികൃത യാത്രയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്ന പരാതിയാണിത്. പരാതി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറിയതായി ജനുവരി 16 മന്ത്രിയുടെ ഓഫീസ് മറുപടി പറയുകയും ചെയ്യുന്നു. അതായത് ഔദ്യോഗികമായ പരാതി ലഭിച്ച സംഭവത്തിലാണ് ഇന്നലെ പ്രതികരിച്ചപ്പോഴും താനൊന്നും അറിഞ്ഞില്ല എന്ന് മന്ത്രി പറഞ്ഞത്. ഇനി ജനുവരിയിൽ തന്നെ കെ രാജൻ കോട്ടയത്ത് നടത്തിയ ഈ പ്രതികരണം കാണുക. സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ പ്രത്യേകമായ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. സർക്കാരിന്റെ മുമ്പിൽ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ കാര്യത്തിൽ പരിശോധന നടത്തുന്നതാണ്. ഞാൻ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കാര്യവും റവന്യൂ വകുപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ മുമ്പിൽ രേഖാമൂലം ഒരു പരാതി വന്നിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. തനിക്കൊന്നും അറിയില്ല എന്നാണ് മുൻപും മുഴുവൻ മാധ്യമങ്ങളെയും സാക്ഷിയാക്കി മന്ത്രി പറഞ്ഞിരുന്നത്. ആർക്ക് വേണ്ടിയാണ് റവന്യൂ മന്ത്രി ഈ ഒളിച്ചുകളി നടത്തുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനധികൃത യാത്ര എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ച ആളിനെ റവന്യൂ മന്ത്രി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.